ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ജോഗ്രഫി ചാപ്റ്ററിലെ ഇന്ത്യൻ ഇക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസിഷൻ എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് വരെ കഴിഞ്ഞ ഭാഗങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ കുറിച്ചിട്ടും ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിനെ കുറിച്ചിട്ടും SDGIനെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം കഴിഞ്ഞ പാർട്ടൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നവകേരള മിഷനാണ്. എന്താണ് നവകേരള മിഷൻ? ആരാണിത് കൊണ്ടുവന്നത് നോക്കാം. നവകേരള മിഷൻ ഈസ് ആൻ ആക്ഷൻ പ്ലാൻ ലോഞ്ച്ഡ് ഇൻ 2016 വിത്ത് എ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് വിഷൻ ഓഫ് കേരള. നമ്മുടെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 2016 കൊണ്ടുവന്ന ഒരു ആക്ഷൻ പ്ലാൻ ആണ് നവകേരള മിഷൻ. ഇതിൽ മെയിൻലി 4 മിഷൻസ് ഉണ്ട്. ഈ നവകേരള മിഷനിൽ മൊത്തം എത്ര മിഷൻസ് ഉണ്ട്? മെയിൻലി 4 മിഷൻസ്. നോക്കിക്കേ, ആർദ്രം മിഷന്, ലൈഫ് മിഷൻ, അതുപോലെ വിദ്യാകിരണം, ഹരിത കേരളം. 4 ഏതൊക്കെയാണ്? ആർദ്രം മിഷൻ, ലൈഫ് മിഷൻ, അതുപോലെ ഹരിത കേരളം, വിദ്യാകിരണം. അങ്ങനെ 4 മിഷൻസ് ആണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ആർദ്രം മിഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് സെക്ടറിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് സെക്ടറിലെ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്ന മിഷനാണ് ആർദ്രം മിഷൻ. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ആഡ്വക്കേറ്റ് ഹൗസിംഗ്, നല്ല വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ്വക്കേറ്റ് ഹൗസിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന മിഷനാണ് ലൈഫ് മിഷൻ. അതുപോലെ വിദ്യാകിരണം മിഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മിഷനാണ്. അവസാനത്തേതാണ് ഹരിത കേരളം. ഹരിത കേരളം മിഷൻ എന്തിനു വേണ്ടിയായിരിക്കും? ഹരിത കേരളം മെയിൻലി കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. വാട്ടർ കൺസർവേഷൻ വരുന്നുണ്ട്, വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. ഏതൊക്കെയാണ്? Water conservation, waste management and organic farming. The main objective of the mission is to improve the lives of the people by solving fundamental problems in these 4 areas. അപ്പോൾ നമ്മുടെ നവകേരള മിഷൻ്റെ ഏറ്റവും പ്രധാന മിഷൻ അല്ലെങ്കിൽ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 മേഖലകളുടെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പോൾ നവകേരള മിഷൻ ലോഞ്ച് ചെയ്തത് എന്നാണ്? 2016. ഇതിൽ മെയിൻലി 4 മിഷൻസ് ഇൻക്ലൂഡഡ് ആണ്. ആർദ്രം ഹെൽത്ത് സെക്ടറിന് വേണ്ടിയിട്ട്, ലൈഫ് മിഷൻ ആഡ്വക്കേറ്റ് ഹൗസിങ്ങിന് വേണ്ടിയിട്ട്, വിദ്യാകിരണം എഡ്യൂക്കേഷൻ സെക്ടറിനും, ഹരിത കേരള മിഷൻ മെയിൻലി ഫോർ വാട്ടർ കൺസർവേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നവകേരള മിഷൻ 2016 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പാർട്ട് 2 അല്ലെങ്കിൽ നവകേരള മിഷൻ സെക്കൻഡ് നിലവിൽ വന്നത് 2021. ഓക്കെ, നവകേരള മിഷൻ സെക്കൻഡ് വന്നത് 2021. ഇതിൻ്റെ മെയിൻ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ ഇനീഷ്യേറ്റീവ് എന്തായിരുന്നു? റീബിൽഡ് കേരള, കേരളത്തിനെ ഒന്നും കൂടി ബിൽഡ് ചെയ്യുക അല്ലേ. അപ്പോൾ മെയിൻലി മറ്റു കാര്യങ്ങളും നമ്മുടെ 4 മിഷൻസിൻ്റെ പ്രവർത്തനങ്ങളും കൂടെ വേണം. അതിൻ്റെ കൂടെ തന്നെ എന്തും ഉണ്ട്? റീബിൽഡ് കേരള എന്നതും കൂടിയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നവകേരള മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് എ സ്ട്രാറ്റജി വി അഡോപ്റ്റഡ് ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? നമ്മുടെ സ്വതന്ത്രമായിട്ട് ഇന്ത്യയിൽ എക്കണോമിക് ഗ്രോത്തും അതുപോലെ എക്കണോമിക് ഡെവലപ്മെൻറ്റും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിലെ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ത് സ്ട്രാറ്റജി ആയിരുന്നു? അതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തായിരിക്കും അത്? പ്ലാനിങ് ആണ്. എന്താണ്? പ്ലാനിങ് ആണ്. നമുക്കറിയാം എന്തൊരു കാര്യത്തിനും അവിടെ പ്ലാനിങ് വേണം. നമ്മളിപ്പം നമ്മൾ ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. ഒരു എക്സാം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ എന്താക്കും? മാർച്ചിലാണ് മെയിൻ എക്സാം വരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ്ങുകൾ നമ്മൾ നടത്തും. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടും എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എന്ത് നടത്തിയിട്ടുണ്ട്? പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. എക്കണോമിക് പ്ലാനിങ് ആണ്. ഓക്കെ, എന്താണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പം എക്കണോമിക് പ്ലാനിങ്, ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ മെയ്ഡ് ടു അച്ചീവ് ദ മെയിൻ എക്കണോമിക് ഗോൾസ് ഓഫ് എ സൊസൈറ്റി ബൈ യൂട്ടിലൈസിങ് അവൈലബിൾ റിസോഴ്സസ്. എന്താണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ് കേട്ടോ എക്കണോമിക് പ്ലാനിങ്. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്? ടൂറിന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണോ? അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണോ?
അല്ല, ഇവിടെ പ്രിപ്പറേഷൻ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എക്കണോമിക് ഗോൾസ്, സാമ്പത്തിക ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അവൈലബിൾ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തുന്നതിന് വിളിക്കുന്ന പേരാണ് എക്കണോമിക് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ എന്താണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ മെയ്ഡ് ടു അച്ചീവ് ദ മെയിൻ എക്കണോമിക് ഗോൾസ് ഓഫ് എ സൊസൈറ്റി ബൈ യൂട്ടിലൈസിങ് അവൈലബിൾ റിസോഴ്സസ്. നമ്മുടെ കൈമേലുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പ്രിപ്പറേഷൻസിന് വിളിക്കുന്ന പേരാണ് എക്കണോമിക് പ്ലാനിങ്. അപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കോണമിനെ കുറിച്ചിട്ട്, അല്ലേ? നമ്മുടെ രാജ്യങ്ങൾ, വേൾഡിലുള്ള പല രാജ്യങ്ങളും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോണമീസ് ആണ്. നമുക്കറിയാം ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്കോണമി ഉണ്ട്. മെയിൻലി ദർ ആർ ത്രീ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് ഏത് ടൈപ്പ് ഓഫ് എക്കോണമി ആയിരുന്നു? അറിയോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. നമ്മുടെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് ഏത് ടൈപ്പ് ഓഫ് എക്കോണമി ആയിരുന്നു? അല്ലെങ്കിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് എക്കോണമിയാണ്? അത് മിക്സഡ് എക്കോണമി ആണ്, അല്ലേ? അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്: വിച്ച് എക്കണോമിക് സിസ്റ്റം വാസ് അഡോപ്റ്റഡ് ടു ബിൽഡ് ദ എക്കോണമി ഇൻ ഇന്ത്യ വിച്ച് വാസ് ഫ്രാഗ്മെന്റഡ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ? അപ്പം അത് മിക്സഡ് എക്കോണമിയാണ്, അല്ലേ? ഇന്ത്യ ഹാഡ് ഫോർമുലേറ്റഡ് പ്ലാൻസ് ദാറ്റ് ഔട്ട്ലൈൻഡ് ഹൗ ദ കൺട്രീസ് റിസോഴ്സസ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സം ഗോൾസ്. എക്കണോമിക് പ്ലാനിംഗ് is a preparation made to achieve the main economic goals of a society by utilizing available resources. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്ന എക്കണോമിക് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് മിക്സഡ് എക്കോണമിയാണ്. മിക്സഡ് എക്കോണമിയുടെ പ്രത്യേകത എന്താ? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണെങ്കിൽ അവിടെ കൂടുതലും പ്രൈവറ്റ് സെക്ടേഴ്സ് ആണ് ഉണ്ടാവുക. സോഷ്യലിസ്റ്റ് എക്കോണമി ആണെങ്കിൽ അവിടെ പബ്ലിക് സെക്ടേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. നമ്മുടെ മിക്സഡ് എക്കോണമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും, പ്രൈവറ്റും അതുപോലെ പബ്ലിക്കും കൂടി ചേർന്നിട്ട്, അല്ലേ, രണ്ടും കൂടി ഒരു ഒത്തൊരുമയോട് കൂടി നടത്തുന്ന എക്കോണമിയാണ് മിക്സഡ് എക്കോണമി. നമ്മുടെ ഇന്ത്യയിൽ രണ്ടും ഉണ്ട്, പബ്ലിക് സെക്ടേഴ്സും ഉണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് നടത്തുന്ന പ്രിപ്പറേഷൻസിന് അല്ലെങ്കിൽ ആ എക്കണോമിക് സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് മിക്സഡ് എക്കോണമി. അപ്പോൾ വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന എക്കണോമിക് സിസ്റ്റം ഏതാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എക്കോണമിയാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്? അത് മിക്സഡ് എക്കോണമി ആണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇതാരുടെ പിക്ചറാണ്? നമുക്കറിയാം ജവഹർലാൽ നെഹ്റു, അല്ലേ? ഹു വാസ് ജവഹർലാൽ നെഹ്റു? ആരായിരുന്നു ജവഹർലാൽ നെഹ്റു? He was a former Prime Minister of India, അല്ലെ? ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രത്യേകത എന്താ നോക്കിക്കോ. നമ്മളിവിടെയുള്ള എക്കണോമിക് പ്ലാനിങ്ങിന് ഒരു കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ നൽകിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. പ്ലാനിങ്ങിന് ഡെഫിനിഷൻ കൊടുത്തത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ് ഫോർ യൂട്ടിലൈസിങ് ദ ഡൈവേഴ്സ് റിസോഴ്സസ്, ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് സ്കിൽസ് ഓഫ് ദ കൺട്രി ഇൻ ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്രിഹെൻസീവ് മാനർ. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രാജ്യത്തുള്ള എല്ലാ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, അതുപോലെ ഹ്യൂമൻസിൻ്റെ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകൾ, അല്ലേ, അവരുടെ ബുദ്ധിയും അതുപോലെ സ്കിൽസൊക്കെ നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് വിളിക്കുന്നത് എന്നാണ് ജവഹർലാൽ നെഹ്റു നൽകിയിട്ടുള്ള ഡെഫിനിഷൻ മക്കളെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കണം. എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പഠിക്കാനുണ്ട്, GDPയുടെ ഡെഫിനിഷൻ ഉണ്ട്, അതുപോലെ ഇപ്പോൾ ഇതാ പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഡെഫിനിഷൻ നൽകിയ വ്യക്തികൾ, എക്കണോമിസ്റ്റ് ആരായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്തേ, ആരായിരുന്നു? അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ആരാണ് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഡെഫിനിഷൻ നൽകിയതെന്ന്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ്. ഒരു ചോദ്യം വരുന്നുണ്ട്: ആരാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്? ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്? ഇറ്റ് ഈസ് M. വിശ്വേശ്വരയ്യ. ആരാണ്? M. വിശ്വേശ്വരയ്യയാണ് ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. Okay, he prepared detailed plan for the economic development of India in 1934 known as the Vishweshraya Plan. 1934 ഇന്ത്യയിലെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. അതിനെ വിളിക്കുന്ന പേരെന്താണ്? വിശ്വേശ്വരയ്യ പ്ലാൻ. അപ്പോൾ സ്റ്റാർട്ടിങ് ഈ പ്ലാനിങ്ങിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് M. വിശ്വേശ്വരയ്യ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, M. വിശ്വേശ്വരയ്യക്ക് വേറെയും പ്രത്യേകതകൾ ഉണ്ടല്ലോ, അറിയോ? എന്തൊക്കെയാണ്?
അദ്ദേഹം ആർക്കിടെക്റ്റ് അല്ലേ, ആർക്കിടെക്റ്റിന്റെ എഞ്ചിനീയറിംഗിന്റെ ഫാദർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്ന ആളാണ്. ഓക്കെ, മൈസൂർ കർണാടക ഭാഗത്താണ് അദ്ദേഹം ഉള്ളത്. അപ്പം ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിന്റെ ഹിസ്റ്ററി, ചരിത്രം കൂടി മക്കളെ നമ്മൾ പഠിക്കാനുണ്ട്. ഇത് നമുക്കറിയാം, നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ ആദ്യത്തെ ബുക്കുകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് നോക്കാം. അപ്പം ആദ്യം കുറച്ച് വർഷങ്ങളും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചില പ്ലാനുകളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് നോക്കാം. നമുക്കറിയാം 1934 വിശ്വേശ്വരയ്യ ഒരു പ്ലാൻ കൊണ്ടുവന്നു അല്ലേ, നമ്മൾ വിശ്വേശ്വരയ്യ പ്ലാൻ അല്ലെങ്കിൽ 10-year പ്ലാൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് 10-year പ്ലാൻ? 10-year പ്ലാൻ ആരാണ് കൊണ്ടുവന്നത്? വിശ്വേശ്വരയ്യയാണ്. ഏത് വർഷമാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക, 1934. 1934 ശേഷം 4 വർഷത്തിന് ശേഷം പിന്നീട് 1938 ജവഹർലാൽ നെഹ്റു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, എക്കണോമിക് പ്ലാനിങ്ങിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചത് 1938 ആരാണ് ഈ കമ്മിറ്റി രൂപീകരിച്ച വ്യക്തി? ജവഹർലാൽ നെഹ്റു ആണ്. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, 1938. അതിനുശേഷം 1944 ബോംബെ പ്ലാന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് JRD ടാറ്റയാണ്. ആരാണ്? JRD ടാറ്റ. അതിനുശേഷം 1944 തന്നെ ഗാന്ധിയൻ പ്ലാനും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗാന്ധിയൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണ്? SN അഗർവാൾ ആണ്. ആരാണ്? SN അഗർവാൾ. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം 1945 MN റോയ് കൊണ്ടുവന്ന പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ. ഏതാണ്? പീപ്പിൾസ് പ്ലാൻ. 5 വർഷത്തിന് ശേഷം നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുകയാണ്. പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1950. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൽ മെയിൻലി 4 വർഷങ്ങൾ പറയുന്നുണ്ട്. 1934 ഉണ്ട്, 38 ഉണ്ട്, 44 ഉണ്ട്, 45 ഉണ്ട്, 50 ഉണ്ട് അല്ലേ. 5 വർഷങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 10-year പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? വിശ്വേശ്വരയ്യയാണ്. ബോംബെ പ്ലാൻ ആണെങ്കിൽ JRD ടാറ്റയാണ്. ഗാന്ധിയൻ പ്ലാൻ SN അഗർവാൾ ആണ്. പീപ്പിൾസ് പ്ലാൻ MN റോയ് ആണ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷന്റെ ഇയർ മറക്കേ ചെയ്യരുത്, 1950 ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്? വിശ്വേശ്വരയ്യ. ഓക്കെ, അപ്പം നല്ല രീതിയിൽ നോട്ട്സ് തയ്യാറാക്കിക്കൊണ്ട് തന്നെ പഠിക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്. എന്താണ് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്? മെയിൻലി 4 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ എക്കണോമിക് പ്ലാനിങ്ങിനുള്ളത്. മെയിൻലി 4 ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന് ഗ്രോത്ത് ആണ്, രണ്ടാമത്തത് മോഡേണൈസേഷൻ, തേർഡ് സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. നമുക്ക് അറിയുന്ന കാര്യമൊക്കെയാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ് ഏതൊക്കെയാണ്? 4 എണ്ണം ഉണ്ട്. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന വർധനവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഗ്രോത്ത്? ആൻഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഓഫ് ന്യൂ ടെക്നോളജീസ് ആൻഡ് ഐഡിയാസ് ആൻഡ് മോഡേണൈസിങ് സോഷ്യൽ പെർസ്പെക്റ്റീവ്സ്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ടെക്നോളജീസ്, ഐഡിയാസ്, അതുപോലെ നമ്മുടെ സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് ഒക്കെ മോഡേണൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ മോഡേണൈസേഷൻ വരുന്നത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാം പുതിയ ടെക്നോളജീസ് അല്ലേ. ഏറ്റവും നമ്മൾ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് AI, ChatGPT. അപ്പോൾ എല്ലാത്തിലും പുതിയ ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വഭാവം വരെ മോഡേൺ ആയിട്ടുണ്ട്, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, നമ്മുടെ എല്ലാം അല്ലേ. അപ്പം മോഡേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ടെക്നോളജീസും ഐഡിയാസും യൂസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ പെർസ്പെക്റ്റീവ്സിനെ തന്നെ മോഡേണൈസ് ചെയ്യുന്നതിനെ വിളിക്കുന്നതാണ് മോഡേണൈസേഷൻ. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? മോഡേണൈസേഷൻ ആണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തേതാണ് സെൽഫ് റിലയൻസ്. എന്താണ് സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മിനിമൈസ് ഫോറിൻ ഡിപ്പെൻഡൻസ് ഓൺ എക്കണോമിക് ആക്ടിവിറ്റി. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ഫോറിൻ ഡിപ്പെൻഡൻസ്, മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുക, ഫോറിൻ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വയം പര്യാപ്തരാവുന്നതിനെയാണ് സെൽഫ് റിലയൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ നമ്മൾ വീടുകളിൽ നമ്മൾ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നതിന് വേറെ നമ്മൾ എവിടെയും പോയിട്ട് എന്താക്കാൻ വേണ്ട, പച്ചക്കറികളൊന്നും വാങ്ങണ്ട അല്ലേ. അല്ലെങ്കിൽ
പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും അടിച്ച സാധനങ്ങൾ വാങ്ങാതെ നല്ലത് തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഫോറിൻ ഡിപ്പെൻഡൻസിനെ ഒഴിവാക്കുന്നതിന് മിനിമൈസ് ചെയ്യുന്നതിന് പറയുന്നതാണ് സെൽഫ് റിലയൻസ്. അപ്പം പ്ലാനിങ്ങിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് സെൽഫ് റിലയൻസ് എന്നത്. ആൻഡ് ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാനിങ് ആണ് ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി? എൻഷുറിങ് ഇക്വാലിറ്റി ബൈ പ്രൊവൈഡിങ് ബേസിക് നീഡ്സ് ടു ഓൾ ആൻഡ് എനേബിളിങ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. എല്ലാവരുടെ ബേസിക് നീഡ്സും നമ്മൾ ഈക്വൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നമ്മുടെ ബേസിക് നീഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വെൽത്ത് അതുപോലെ ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ് മറക്കൂലല്ലോ, 4 എണ്ണാണുള്ളത്: ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി.